ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെന്താ ഒരു തലപ്പാവും കിരീടമൊക്കെ ആയിട്ടെന്ന് വിചാരിക്കേണ്ട, വേറെ ഒന്നല്ല, നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് കലാപരിപാടികളാണെന്ന് കൂട്ടിക്കോ. വേറെ ഒന്നല്ല, ഒരു കിരീടം ഉണ്ടാക്കിയതാണ് കേട്ടോ. കാണുമ്പോൾ അത്യാവശ്യം ആർഭാടായിട്ട് തോന്നുകയാണ് വെച്ചാലും നമ്മൾ തലയിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. അധികം ഐറ്റംസ് ഒന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ. ഇത് നമ്മൾ ചെരുപ്പ് വാങ്ങിയപ്പോൾ കിട്ടിയൊരു ബോക്സാണ്. അതിൻ്റെ കാർഡ്ബോർഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ആദ്യം നമ്മൾ. അപ്പോൾ ഈ ഒരു പരുവത്തിന് കട്ട് ചെയ്തിട്ട് അളവുണ്ടാവുമല്ലോ, കറക്റ്റ് നമ്മൾ തലയിൽ ഫിറ്റായിട്ട് ഇരിക്കണമല്ലോ, ആ ഒരു അളവിനെ നമ്മൾ നോക്കിയിട്ട് അളവൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെട്ടി കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് അളവ് കിട്ടിയില്ല വെച്ചെങ്കിൽ നമ്മൾ തലയിൽ വെക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചിലവർ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ശരിയാണ്, വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അതിന് എഫേർട്ട് ടൈം കണ്ടെത്തി അത് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് കാണുമ്പോൾ പ്രത്യേക ഭംഗിയല്ലേ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ടായാലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്കതൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ അൽക്കുലത്ത് പണികളൊക്കെ ചെയ്യാതിരിക്കും കേട്ടോ. പിന്നെ ഇതേ ഒരു കളറിൽ തുണി എടുത്തിട്ടുണ്ട്. തുണിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു കളറിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മുടെ വെട്ടിയെടുത്ത കാർഡ്ബോർഡ് സെൻറ്റർ ഭാഗത്തേക്ക് വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് തുമ്പിട്ടിട്ട് വേണം വെട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നടുക്ക് നമ്മുടെ കാർഡ്ബോർഡ് വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും തുമ്പ് വച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗം വേണം നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഏത് അളവിനെ വേണ്ടി വെച്ചെങ്കിൽ ആ അളവിനെ നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഗ്ലൂ ഗണ്ണ് ഇല്ല വെച്ചെങ്കിൽ നമ്മുടെ സ്റ്റാപ്ലയർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. കറക്റ്റ് അളവായിരിക്കണം, അപ്പോഴാണ് അത് കറക്റ്റ് നമ്മൾ തലയിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയിലിരിക്കുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു A4 ഷീറ്റാണ്. A4 ഷീറ്റിൻ്റെ ഫുള്ളൊന്നും നമുക്ക് വേണ്ട കേട്ടോ. ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും നമ്മുടെ ആ ഒരു കളറുള്ള തുണിയിലേക്ക് വെച്ചിട്ട് ഒന്ന് വെട്ടി കൊടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഗമ്മൊക്കെ തേച്ചിട്ട് രണ്ട് ഭാഗത്തും അത്യാവശ്യം തുമ്പ് വിട്ടിട്ട് സെൻറ്റർ ഭാഗത്ത് ഈ പേപ്പർ വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം. രണ്ട് ഭാഗം ഒരേ അളവിൽ നന്നായിട്ടൊന്ന് മടക്കി കൊടുത്താൽ, എന്നിട്ട് ഒരു അയൺ ബോക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ നമ്മുടെ ഗമ്മ് നന്നായിട്ട് ഒട്ടും ചെയ്യും. നമ്മുടെ ആ തുണിയിൽ ചുളിവ് ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആ തുണി നന്നായിട്ടൊന്നും അയൺ ചെയ്താൽ നല്ല വൃത്തിക്കിരിക്കുമല്ലോ, അതുപോലെ. എന്നിട്ട് ഇതുപോലൊരു ഷെല്ലല്ല ലൈസ്, നമ്മുടെ ഡ്രസ്സിലോ ഷോളുമേലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതും ഈ സൈഡിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതും ഒന്ന് അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് കുറച്ച് ചൂടാക്കി എടുത്തിട്ടൊന്ന് ആക്കുക. അപ്പോൾ നന്നായിട്ട് ഒട്ടി കിട്ടും. എന്നിട്ട് നമ്മൾ പണ്ട് പേപ്പർ കൊണ്ടൊക്കെ വിശറി ഉണ്ടാക്കിയില്ലേ, കുട്ടിക്കാലത്തൊക്കെ വിശറിയൊക്കെ ഉണ്ടാക്കി, നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റാണ് അവരൊന്ന് മടക്കി കൊടുക്കുക. നമ്മൾ ഞുറിയൊക്കെ എടുക്കില്ലേ, അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റ് അളവായിരിക്കണം കേട്ടോ. കറക്റ്റ് അളവാകുമ്പോഴാണ് അതങ്ങനെ വിരിഞ്ഞ് നമ്മുടെ നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടാവും. ഇതുപോലെ അത് മൊത്തമായിട്ട് ഞാനിതുപോലെ മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തുണ്ടാവുക. എന്നിട്ട് നമ്മൾ ഈ നമ്മുടെ തൊപ്പിയുടെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഭാഗത്ത് ഇത് വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഗമ്മൊക്കെ തേച്ചിട്ട് ബാക്കി പോർഷൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഈ കിരീടത്തിന് കുറച്ച് പൂവുകളൊക്കെ വേണം. അപ്പോൾ ഇത് ഗിൽറ്ററിൻ്റെ ഒരു പേപ്പറാണ്. അത് ഇതുപോലെ ഒരു റൗണ്ട് തന്നെ വെട്ടി കൊടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു റോസാപ്പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം. ഇതുപോലെ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ ചൊത്തി എടുത്തിട്ട് ഗമ്മ് തേച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു പേളുകൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞ റോസും കളറിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതൊന്ന് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടത്തിന് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഒട്ടിച്ചെടുത്തപ്പോൾ പൂക്കൾ കുറച്ച് കൂടുതലായി തോന്നി. പക്ഷെ അത് ബോറായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. വെച്ച് നോക്കിയപ്പോൾ കാണാൻ കുഴപ്പമില്ല. ഇന്നത്തെ എത്ര നേരം തലയിലിരിക്കണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഓരോന്നോരോന്ന് അങ്ങനെ പറഞ്ഞു പോകും. പിന്നെ ഞാനത് മൊത്തം അടത്തിയെടുത്തൊന്നുമില്ല. എല്ലാ പൂവും സ്ഥലത്ത് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടാണ്.
അപ്പോൾ ഇത് നമ്മുടെ ആ വിരിഞ്ഞ് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലെ ഒരു മിറർ എടുത്തിട്ടുണ്ട്. ഈ മിറർ നമ്മുടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തില്ലേ, ആ ഒരു സൈഡിൽ നിന്ന് വേണം ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ മയിൽപ്പീലും വെച്ച് കൊടുക്കും. അപ്പോൾ ആ മിററിൻ്റെ സൈഡിൽ നിന്ന് ആ മയിൽപ്പീലും കൂടി വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. കാണാൻ നല്ല ലുക്കുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടമായി കേട്ടോ. നമ്മൾ ഉണ്ടാക്കി അതിന് അമ്പൂൻ്റെ തലയിൽ വെച്ച് നമ്മൾ കൃഷ്ണ വേഷം കെട്ടിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോയും കൂടി ഞാൻ ഇടാം കേട്ടോ.